സഹോദരിയുടെ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അധിക്ഷേപിച്ച് ചോദ്യം ഉണ്ടാക്കിയ മാഷിന്റെ കൈവെട്ടിയവരെ പറ്റിയുള്ള അഭിപ്രായം എന്ത്? ഈ മാർഗമല്ലാതെ വേറെ എങ്ങനെയാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്? കൈവെട്ടിയതുകൊണ്ട് ഇനി നബിയെ അധിക്ഷേപിക്കാൻ പേടിയുണ്ടാകില്ലേ? അപ്പോൾ ആരും അതിന് ഇനി തയ്യാറാകില്ലല്ലോ. നബിയെ അധിക്ഷേപിച്ചവരുടെ കൈവെട്ടിയത് നന്നായില്ലേ എന്നാണ് ചോദ്യം. നന്നായിട്ടില്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന്റെ മാർഗമല്ല ഇത്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക്ഷേപിക്കപ്പെടുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കെല്ലാം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുക എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ 1-ാം തീയതി മുതൽ തുടങ്ങിയ കാര്യമാണ്. പ്രവാചകന്റെ ഏറ്റവും പ്രാഥമിക ശത്രു പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചയാളാണ് അബൂ ലഹബ്. പരിശുദ്ധ ഖുർആനിലെ 111-ാമത്തെ അധ്യായം സൂറത്തുൽ മസദ് അബൂ ലഹബിനെ കുറിച്ചാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. അപ്പോ അബൂ ലഹബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇസ്ലാമിക പ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാൻ പ്രവാചകൻ തന്റെ കുടുംബക്കാരെയെല്ലാം വിളിച്ചു വരുത്തി അവരോട് ഇസ്ലാമിക ദഅവത്ത് തുടങ്ങണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുന്നിന്റെ മുകളിൽ നിന്നിട്ട്, സഫാ കുന്നിന്റെ മുകളിൽ നിന്നിട്ട്, ഈ കുന്നിനപ്പുറത്ത് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരു കുതിരപ്പട തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരുടെ മറുപടി ഒരേ സ്വരത്തിൽ, അതേ പ്രവാചകരെ, അതേ മുഹമ്മദ്, എന്തുകൊണ്ടാണ് നീ ഇതുവരെ കളവ് പറയുന്നത് ആരും കേട്ടിട്ടില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, എങ്കിൽ ഞാനിതാ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം അവസാനിച്ചാൽ കർമ്മങ്ങൾക്ക് മുഴുവനും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ജീവിതമുണ്ട് എന്നും, ആ ജീവിതത്തിൽ ഇവിടെ വെച്ച് നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും അല്ലാഹു നൽകുമെന്നും, ആ ജീവിതത്തിൽ സ്വർഗപ്രവേശത്തിന് അർഹരാകണമെങ്കിൽ സൃഷ്ടിപൂജ വെടിഞ്ഞ് ശ്രദ്ധാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നും, അങ്ങനെ എത്തണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ അവസാനത്തെയാളാണ് ഞാൻ എന്നുമുള്ള സന്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം സംക്ഷിപ്തമായി. ഇത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശ. ഒരു വശത്ത് അവർ തലമുറകളായി ആരാധിച്ചു വന്നിരുന്ന ആരാധനാമൂർത്തികളെ മുഴുവനും കൈയടിച്ച് സട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനെ മാത്രം ആരാധനയ്ക്ക് വേണ്ടി സ്വീകരിക്കണമെന്നാണ് മുഹമ്മദ് ആവശ്യപ്പെടുന്നത്. സ്വീകരിക്കാൻ കഴിയില്ല അവർക്ക്. മറുവശത്തോ അദ്ദേഹം പറയുന്നത്, ഇതുവരെ കളവ് പറയുന്നത് ആ നാവിൽ നിന്ന് കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് പറയുന്നത് ശരിയാകാൻ സാധ്യതയുമുണ്ട്. ഇത് ഏത് ശരി ഏത് തെറ്റ് അവരുടെ മനസ്സിലൊരു ഒരു സംഘടന നടക്കുക. ഈ സംഘടനത്തിൽ അവസാനം കുറിച്ചുകൊണ്ട് ആ ഇസ്ലാമിന്റെ പ്രകാശം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് ആദ്യം സംസാരിച്ചത് അബൂ ലഹബാണ്. തബ്ബലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാകട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? അത് പ്രവാചകനെതിരെയുള്ള നിന്ദയുടെ തുടക്കമായി, പ്രവാചകനെതിരെയുള്ള അക്രമങ്ങളുടെ ആരംഭമായി. നീണ്ട അതിന് മറുപടി അല്ലാഹുവാണ് അവതരിപ്പിച്ചത്. അതാണ് പരിശുദ്ധ ഖുർആൻ 111-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. ഈ പടച്ചോൻ ശപിച്ച അബൂ ലഹബ് മക്കയിൽ പ്രവാചകനോടൊപ്പം അനുചരന്മാരോടൊപ്പം നീണ്ട 13 വർഷം ജീവിച്ചു. സ്വന്തം അയൽവാസിയായി നബിയുടെ. പ്രവാചകനോടൊപ്പം ധൈര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഉമറിനെ പോലെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലിയെ പോലെ റളിയല്ലാഹു അൻഹു, ഇവരെയെല്ലാം പോലെയുള്ള മഹാന്മാരായ ധൈര്യമുള്ള ഒരുപാട് പേർ. പ്രവാചകനെ നിന്ദിച്ചതിന് പടച്ചതമ്പുരാൻ ശപിച്ച ആ കൈകളൊന്ന് വെട്ടിയെടുക്കട്ടെ എന്ന് അവരാരും തീരുമാനിച്ചില്ല. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് 13 വർഷം അദ്ദേഹം ജീവിച്ചു. പ്രവാചകൻ ഇസ്ലാമിക ദഅവത്തുമായി ഈ 13 വർഷം അവരോടൊപ്പം ജീവിച്ചു.
ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ പ്രയാസപ്പെടുത്തിയ മറ്റൊരാളായിരുന്നു സുഹൈൽ ഇബ്നു അംർ. നല്ല അറബി ഭാഷയിൽ, ഖുറൈശി അറബിയിൽ സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന സുഹൈൽ ഇബ്നു അംർ, നല്ല പ്രഭാഷണ വൈദഗ്ധ്യമുള്ളയാൾ. മുഹമ്മദ് നബി ചന്തയിൽ പോയി ആളുകൾക്ക് തൗഹീദിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ സുഹൈൽ ഇബ്നു അംർ എതിർവശത്ത് നിന്ന് ഇസ്ലാമിന്റെ തെറി പറഞ്ഞ് പ്രവാചകരെ തെറി പറഞ്ഞുകൊണ്ട് മറ്റേ സ്ഥലത്ത് നല്ല ഭാഷയിൽ പ്രസംഗിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ സംഭവങ്ങൾ. നീണ്ട 13 വർഷം കഴിഞ്ഞു. ആ 13 വർഷത്തെ മാനസികമായ ശാരീരികമായ പീഡനത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. ഹിജ്റ പോയിട്ട് മദീനയിൽ 2 വർഷം. ആ 2 വർഷം കഴിഞ്ഞിട്ട് ബദർ യുദ്ധം ഉണ്ടായി. ബദർ യുദ്ധത്തിൽ സുഹൈൽ ഇബ്നു അംറും മുശ്രിക്കുകളുടെ നേതാവായിട്ടുണ്ടായി. സുഹൈൽ ഇബ്നു അംറിനെ യുദ്ധത്തിന് ബന്ദിയായി പിടിച്ചു. ബന്ദികൾ 50 പേരുണ്ടായിരുന്നു. ആ 50 പേരിൽ 48 പേരെയും വെറുതെ വിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ചിലരെ മോചന ദ്രവ്യം വാങ്ങിയിട്ട്, മറ്റു ചിലരെ മദീനയിലെ ആളുകൾക്ക് എഴുത്തു പഠിപ്പിക്കാമെന്ന വ്യവസ്ഥയിൽ, മറ്റു ചിലരെ നിരുപാധികം. ഇങ്ങനെ 48 പേരെയും വെറുതെ വിട്ടു. ആ വെറുതെ വിടുന്ന ആളുകളിൽ ഒരാൾ സുഹൈൽ ഇബ്നു അംറായിരുന്നു. സുഹൈൽ ഇബ്നു അംറിനെ വെറുതെ വിടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ അവരെ വെറുതെ വിടുകയാണെങ്കിൽ അവരുടെ മുൻനിരയിലെ 2 പല്ലടിച്ചു കൊഴിച്ചിട്ട് വെറുതെ വിട്ടോ. എന്നാൽ ഇനിയെങ്കിലും റസൂലിനെ കുറിച്ച് അയാൾ തെളിവ് അറിയില്ലല്ലോ. കാരുണ്യത്തിന്റെ പ്രവാചകന്റെ റഹ്മത്തുൽ ആലമീന്റെ മറുപടി, ഉമർ, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് ഞാൻ അംഗവൈകല്യമുള്ളവനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഉമർ, താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു നടപടി നാളെ ഈ സുഹൈൽ സ്വീകരിച്ചുകൂടായില്ലല്ലോ. 6 വർഷം കഴിഞ്ഞു. വീണ്ടും 6 വർഷങ്ങൾ കഴിഞ്ഞു. മക്കാ വിജയം, ഹിജ്റ 8. മക്കാ വിജയത്തിന് ശേഷം സുഹൈൽ ഇബ്നു അംർ ഏതൊരു നാവ് കൊണ്ടാണോ പ്രവാചകനെ തെറി പറഞ്ഞിരുന്നത്, ആ നാവ് കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശങ്ങളുടെ പ്രചാരകനായി തീർന്നു. ആ ചടുലമായ പ്രഭാഷണ ശൈലി ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. പ്രവാചകന്റെ കാലശേഷം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് മക്കയിലുള്ള മുസ്ലിങ്ങളോട് ഒരു യുദ്ധത്തിൽ അവർ പങ്കെടുക്കുവാൻ വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ട്, അവരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് സുഹൈൽ ഇബ്നു അംർ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ആലോചിച്ചിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് പേർ അവരുടെ മനസ്സുകൾ നേടിയെടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതല്ലാതെ അവരെ കൊന്നൊടുക്കുകയോ അവരുടെ അംഗവിച്ഛേദം നടത്തുകയോ ഒന്നല്ല. അംഗവിച്ഛേദത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, പരലോകത്ത് വെച്ച് അംഗവിച്ഛേദം ചെയ്ത് അംഗമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും തെറി പറഞ്ഞോട്ടെ എന്ന് പറയണമെന്നല്ല. മറിച്ച് ഒരു രാഷ്ട്ര സംവിധാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഏറ്റവും അധികം ആദരിക്കുന്ന വ്യക്തിയാണ്. ആ ആദരിക്കുന്ന വ്യക്തിയെ തെറി പറയാൻ, മ്ലേച്ഛമായി ചിത്രീകരിക്കാൻ ഒരു സ്ഥലത്തും ആരെയും അനുവദിച്ചുകൂടാ. അങ്ങനെ വല്ല പരിശ്രമങ്ങളുമുണ്ടെങ്കിൽ ആ പരിശ്രമം ഇല്ലാതെയാക്കുവാൻ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് മുസ്ലിങ്ങൾ ശ്രമിക്കണം. പ്രവാചകനെ വിമർശിക്കരുത് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വിമർശനമല്ല തെറി പറച്ചിൽ. വിമർശനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഏത് വിമർശനം ഉന്നയിച്ചാലും അതിന് മറുപടി പറയാൻ ഇസ്ലാം സജ്ജമാണ്, മുസ്ലിങ്ങൾ സജ്ജമാണ്. ഒരു പ്രശ്നമല്ല. വസ്തുനിഷ്ഠമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ സന്നദ്ധമാകട്ടെ. പക്ഷേ വിമർശിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് പ്രവാചകനെ വസ്തുനിഷ്ഠമായി, ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി പ്രമാണങ്ങൾ പ്രകാരം വിമർശിക്കുവാൻ കഴിയില്ല എന്ന് കരുതുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുന്നിൽ അതിന് തടയുണ്ടാക്കാൻ വേണ്ടി, തട ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറയുന്നത്. അതെന്തിനാ? മുസ്ലിങ്ങളെ വികാരം കൊള്ളിക്കാൻ. അവർക്കറിയാം മുസ്ലിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ ഇസ്ലാമിക പ്രബോധനത്തിന് പകരം മുസ്ലിങ്ങളെ കലാപകാരികളാക്കി തീർക്കാൻ
അതിനുവേണ്ടി ശത്രുക്കൾ ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. അതിന് നിയമപരമായ മാർഗങ്ങളിലൂടെ മറുപടി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രൊഫസർ നബിദിന നടത്തിയിട്ട് ചോദ്യപേപ്പർ ഉണ്ടാക്കി. മറ്റ് ചില ആളുകൾ പുസ്തകം ഇറക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറഞ്ഞിട്ട് ഈ രണ്ടിനെതിരെയും നിയമ നടപടികൾ മുസ്ലിങ്ങൾ എടുത്തു. ആ നിയമ നടപടികൾക്ക് നാട്ടിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂട്ടുനിന്നു. അവരെ അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ മുസ്ലിങ്ങളല്ല, രാജ്യം, കേരള സംസ്ഥാനം അവർക്കെതിരെ നിയമ നടപടികൾ എടുത്തു. കോടതിയിൽ പോയി പ്രോസിക്യൂഷനാണ് വാദിച്ചത്. എന്നിട്ട് ജില്ലാ കോടതി അവർക്ക് ജാമ്യം നൽകിയപ്പോ ഹൈക്കോടതി പറഞ്ഞത് ഇല്ല, അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ്. ഹൈക്കോടതി നിരീക്ഷിച്ചത് വളരെ കൃത്യമായി തന്നെ. മതപ്രബോധനം എന്ന് പറഞ്ഞാൽ മഹാന്മാരായ വ്യക്തികളെ തെറി പറഞ്ഞിട്ടാണ് എന്ന് ആരും കരുതിക്കൂടാത്തതാണ് എന്നാണ് കേരള ഹൈക്കോടതി പച്ചയായി പറഞ്ഞത്. കേരളത്തിലെ എല്ലാവരും, സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും എഴുത്തുകാരും കോടതിയും പോലീസുമെല്ലാം ഈ മനുഷ്യന്മാരെ നികൃഷ്ടരായി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ചെയ്തത് തെറ്റാണ് എന്നും വളരെ മോശമാണ് എന്നും അവർ കൊള്ളരുതാത്തവരാണ് എന്നും അവരോടൊപ്പമുള്ളവർ പോലും പറഞ്ഞു വന്നിരുന്ന സമയത്ത്, ആ സമയത്താണ് ചില സുഹൃത്തുക്കൾ അവരെ കൈവെട്ടിക്കൊണ്ട് എന്ത് ചെയ്തത്? അത് അവരെ മഹത്വവൽക്കരിച്ചത്. അതിന്റെ ഫലം കണ്ടായത് അയാൾ തന്നെ കഴിഞ്ഞിളക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പറഞ്ഞു, എന്റെ കൈവെട്ടിയത് നന്നായി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് വിശുദ്ധനായി, അദ്ദേഹം എല്ലാവരും മുന്നിൽ ഏറ്റവും നല്ല വ്യക്തിയായി. അയാൾ ചെയ്തതെന്താ? ഒരു തെറ്റും ചെയ്തിട്ടില്ലാണ്. ഈ തെറിയെല്ലാം, തെറി എന്ന് പറഞ്ഞാൽ പ്രവാചകനെന്നല്ല, ഒരു സാധാ കോളേജ് പ്രൊഫസർ പോയിട്ട് ഏറ്റവും സംസ്കാരശൂന്യമായ ഒരു സമൂഹത്തിൽ പോലും പരസ്പരം പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള തെറികളാണ് എഴുതിയത്. ചോദ്യപേപ്പർ, ബികോംസ് പഠിപ്പിക്കുന്ന ചോദ്യപേപ്പർ ഒരു സംസ്കാര സമൂഹത്തിൽ പറയാൻ കഴിയില്ല. അയാളുടെ മോന്റെ പേര് വെച്ചാണ്ട് അത് എഴുതാൻ പറ്റൂല. ഇല്ല, പറ്റൂല. കാരണം അത്രക്കും മോശമാണ് പരാമർശങ്ങൾ. പക്ഷേ അതെല്ലാം വിശുദ്ധവൽക്കരിക്കപ്പെട്ടു. അതൊന്നും തെറ്റല്ല എന്നുള്ളൊരവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാട് ഒരവസ്ഥയിലും മുസ്ലിമിനില്ല. പ്രവാചകരെ തെറി പറയുന്നത്, എവിടെയെങ്കിലും ആരെങ്കിലും തെറി പറഞ്ഞാൽ അത് ആ രാജ്യത്തിലെ നിയമം ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ നിലനിൽക്കാൻ, അതിനെതിരെയുള്ള നടപടികൾക്ക് ശ്രമിക്കണം. അതില്ലെങ്കിലും, നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുധമെടുത്തുകൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടിന് മുസ്ലിമിന് ഒരവസ്ഥയിലും ഇത്തരം രംഗങ്ങളിൽ പാടില്ല. അഥവാ നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ ആത്യന്തികമായി നീതി പടച്ചതമ്പുരാന്റെ അടുത്ത് നിന്നുണ്ടാകുന്നു. അള്ളാഹുവിന്റെ കോടതിയിൽ തീർച്ചയായും എല്ലാ നീതിയും നടപ്പാകുമെന്നും മനസ്സിലാക്കി ക്ഷമിക്കേണ്ടവനാണ് മുസ്ലിം. അതല്ലാതെ എടുത്തു ചാടേണ്ടവനല്ല. അത് ചെയ്യൂല എന്നുള്ളത് കൊണ്ട് ഇനി ആരും പ്രവാചകത്തിക്കാരില്ല കൈവെട്ടിയതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ നടന്നാൽ വെട്ടാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്.